അഗ്നിനേത്ര ഭാഗം 8. ഫോൺ വെച്ച് ആലോചനയോടെ നിൽക്കുന്നവനെ നാൻസി വന്ന് പിന്നിലൂടെ പുണർന്നതും അഗ്നിക്ക് നേത്ര തന്നെ പരിഹസിച്ചതാണ് ഓർമ്മ വന്നത്. നേത്രയോട് ദേഷ്യം തോന്നുന്നതിനൊപ്പം സ്വയവും തന്നെ പുണർന്നു നിൽക്കുന്നവളോട് വെറുപ്പും അവന് ആ നിമിഷം തോന്നി. സാധാരണ ഒരു പെണ്ണിന് മുന്നിൽ ഒരുപാട് ചെറുതായതുപോലെ അവന് വല്ലാത്ത ദേഷ്യം വന്നു. അതേ ദേഷ്യത്തോടെ തന്നെ പുണർന്നിരിക്കുന്ന കൈകളെ അവൻ തട്ടിമാറ്റി. ശേഷം തിരിഞ്ഞ് നാൻസിയെ പിന്നിലേക്ക് പിടിച്ച് തള്ളി. അവൻ്റെ പ്രവൃത്തിയിൽ നിലവിട്ട് അവൾ നിലത്തേക്ക് വീണു. ജസ്റ്റ് ഗെറ്റ് ഔട്ട് യു. അവൻ്റെ മുഖം കണ്ടതും അവൾ വല്ലാതെ ഭയപ്പെട്ടു. ആദ്യമായാണ് അഗ്നിയെ അത്രയും ദേഷ്യത്തിൽ നാൻസി കാണുന്നത്. അവനോട് ഇനി എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ കൊല്ലാൻ പോലും അവൻ മടിക്കില്ല എന്നവൾക്ക് ആ സമയം തോന്നി. അവൾ നിലത്തു നിന്നും തട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റു. വേഗം ഡ്രസ്സ് മാറി പോകാനായി ബാഗ് എടുത്ത് അഗ്നിക്കടുത്തേക്ക് ചെന്നു. സർ. ബാൽക്കണിയിൽ നിന്ന് പുകവലിക്കുന്നവനടുത്ത് ചെന്ന് അവൾ പതറിക്കൊണ്ട് വിളിച്ചതും അവൻ തിരിഞ്ഞു നോക്കി. ഇപ്പോഴും അവൻ്റെ മുഖത്ത് ദേഷ്യം മാറിയിട്ടില്ല എന്നവൾ അറിഞ്ഞു. അവൻ ഫോൺ എടുത്ത് അവൾ അക്കൗണ്ടിലേക്ക് പൈസ അയച്ചു. എമൗണ്ട് ഞാൻ അയച്ചിട്ടുണ്ട്. നൗ ക്ലിയർ ഓഫ്. അവൻ്റെ ഇങ്ങനത്തെ ഒരു ഭാവം ആദ്യമായാണ് തന്നെ അവഗണിക്കുന്നത്. ഒരു തവണ കൂടി തന്നെ ശ്രദ്ധിക്കാതെ തിരിഞ്ഞു നിൽക്കുന്നവനെ പിന്നിൽ നിന്നും അവൾ പുണർന്നതും ഉയർന്ന ദേഷ്യത്തോടെ അഗ്നി അവളെ തന്നിൽ നിന്നും അടർത്തി മാറ്റി. കവിളിൽ ആഞ്ഞടിച്ചതും ഒരുമിച്ചായിരുന്നു. ഇത്രയ്ക്ക് മുട്ടി നിൽക്കുകയാണെങ്കിൽ വല്ല മുരിക്കിലും ചെന്ന് കയറടി. പണിയെടുക്കാതെ തന്നെ കിട്ടുന്ന പൈസ കിട്ടിയില്ലേ? ഇനി ഒരു നിമിഷം നിന്നെ ഇവിടെ കണ്ടുപോകരുത്. അവൻ്റെ വാക്കുകൾ അവളിൽ പകയുണ്ടാക്കിയെങ്കിലും ആ നിമിഷം ഒന്നും പറയാതെ അവൾ പുറത്തേക്ക് നടന്നു. ദേഷ്യം നിയന്ത്രിക്കാൻ കണ്ണടച്ചു നിന്നപ്പോൾ അഗ്നിയുടെ മനസ്സിലേക്ക് നേത്രയുടെ മുഖം കടന്നു വന്നതും അവൻ കണ്ണുകൾ വലിച്ചു തുറന്നു. ശേഷം തൻ്റെ ദേഷ്യം റെയിലിങ്ങിൽ അടിച്ചു തീർത്തു. കുറച്ച് സമയത്തിന് ശേഷം ഫ്രഷ് ആവാനായി അവൻ അവിടെ നിന്നും പോയി. ഹോസ്പിറ്റൽ പാർക്കിങ്ങിൽ കാർ നിർത്തി കാശി വേഗം അകത്തേക്ക് നടന്നു. പെട്ടെന്ന് ഫോൺ അടിച്ചതും അതെടുത്ത് സ്ക്രീനിലേക്ക് നോക്കി. മുന്നോട്ട് നടന്നതും ശക്തമായി അവൻ്റെ ദേഹത്തേക്ക് എന്തോ വന്നിടിച്ചതും അവൻ ബാലൻസ് തെറ്റി നിലത്തേക്ക് വീണു. പുറമിടിച്ച് വീണതും അവന് വല്ലാത്ത വേദനയെടുത്തു. ദേഹം അനക്കാൻ നോക്കിയതും അതിന് കഴിയാതെ വന്നപ്പോൾ അവൻ പതിയെ തൻ്റെ കണ്ണുകൾ തുറന്നു നോക്കി. തൻ്റെ മുകളിൽ കിടക്കുന്നത് ഒരു പെണ്ണാണ് എന്നറിഞ്ഞതും അവൻ പകപ്പോടെ അവളെ തള്ളി മാറ്റി. അമ്മേ. ഉച്ചത്തിലുള്ള നിലവിളി കേട്ടപ്പോഴാണ് കാശിക്ക് തൻ്റെ തള്ളലിൻ്റെ ശക്തി കൂടിപ്പോയി എന്ന് മനസ്സിലായത്. അവൻ വേഗം നിലത്തു നിന്നും എഴുന്നേറ്റ് നിലത്ത് കിടക്കുന്നവൾക്ക് നേരെ കൈ നീട്ടി. കമന്നു വീണവൾ തിരിഞ്ഞു കിടന്ന് അവനെ രൂക്ഷമായി നോക്കിയതും അവളുടെ നോട്ടത്തിൽ അവന് ഭയം തോന്നി. അത് പെട്ടെന്ന് പെണ്ണാണെന്ന് കണ്ടപ്പോൾ സോറി. കാശി പറഞ്ഞതും അവളുടെ നോട്ടം ഒന്നുകൂടി രൂക്ഷമായി. അവൻ്റെ കൈ തട്ടി മാറ്റി അവൾ എഴുന്നേറ്റു. അതെന്താ, പെണ്ണുങ്ങൾക്ക് നിലത്ത് വീഴാൻ പാടില്ലേ? അതിനിങ്ങനെ തള്ളിയിട്ട് നട ഒടുക്കുകയാണോ വേണ്ടത്? വീറോടെയുള്ള അവളുടെ സംസാരം കേട്ടതും അവൻ അവളെ പകച്ചു നോക്കി. എന്താടോ എന്നെ നോക്കി വാ പൊളിച്ചു നിൽക്കുന്നേ? വായി നോക്കി. അത്രയും നേരം പകച്ചു നിന്നവൻ അവളുടെ വായി നോക്കി എന്ന വിളിയിൽ ദേഷ്യം കയറി മുഖമെല്ലാം ചുവന്നു തൊടുത്തു. നിർത്തടി, കുറേ നേരമായല്ലോ നീ തുടങ്ങിയിട്ട്. കണ്ണു മൂക്കുമില്ലാതെ ഓടി വന്ന് എന്നെ ഇടിച്ചിട്ട് എൻ്റെ പുറവും കളഞ്ഞു ന്യായം പറയാൻ നിൽക്കുന്നോ? പിന്നെ നീ എന്താ വിളിച്ചേ? വായി നോക്കിയെന്നോ? അയ്യടാ, വായി നോക്കാൻ പറ്റിയ മുതൽ. സ്വയം കണ്ണാടി നോക്കാറില്ലല്ലേ, അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ തോന്നുന്നത്. പോടി, പോയി കണ്ണാടി നോക്ക് നീ, എന്നിട്ട് സംസാരിക്കാൻ വാ. അത്രയും പറഞ്ഞ് അവൻ തിരിഞ്ഞു നടന്നു. ഡാ. അവൾ അലറി വിളിച്ചെങ്കിലും അവൻ തിരിഞ്ഞു നോക്കിയില്ല. അവൾക്ക് വന്ന ദേഷ്യം അവൾ നിലത്ത് ആഞ്ഞു ചവിട്ടി തീർത്തു. ഗൗരി ഡോക്ടറെ, ഒരു എമർജൻസി ഉണ്ട്. ഒരു സിസ്റ്റർ ഓടി വന്ന് പറഞ്ഞതും ഗൗരി കാശി പോയ വഴിയെ ഒന്നുകൂടി നോക്കി തിരിഞ്ഞ് മുന്നോട്ട് നടന്നു. ഓഫീസിലെത്തിയ അഗ്നി ആരെയും ശ്രദ്ധിക്കാതെ വേഗത്തിൽ തൻ്റെ ക്യാബിനിലേക്ക് കയറി. അവിടെ എത്തിയതും ഫോൺ എടുത്ത് നേത്രയെ വിളിച്ച് വരാൻ പറഞ്ഞു. ശേഷം തൻ്റെ സീറ്റിൽ ചെന്നിരുന്നു. ഡോറിൽ തട്ടുന്ന ശബ്ദം കേട്ടതും കയറി വരുവാൻ അഗ്നി അനുവാദം കൊടുത്തു. തൻ്റെ മുന്നിലിരിക്കുന്നവൻ്റെ മുഖഭാവത്തിൽ തന്നെ
തന്നോടുള്ള അവൻ്റെ ദേഷ്യം നേത്ര മനസ്സിലാക്കിയെങ്കിലും ഒരു പതർച്ചയോ ഭയമോ അവളുടെ മുഖത്ത് തെളിഞ്ഞില്ല. അത് കണ്ടതും അഗ്നി എഴുന്നേറ്റ് അവളുടെ മുന്നിൽ ചെന്ന് നിന്നു. നീ ആരാണെന്നാ നിന്റെ വിചാരം? നീ ഇവിടുത്തെ വെറും ജോലിക്കാരിയാണ്. നീ എന്നെ വിളിച്ച് മീറ്റിങ്ങിന് വരാൻ പറയാൻ എന്തധികാരമാണുള്ളത്? മീറ്റിങ്ങിൽ വരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. തുടർച്ചയായി എന്നെ വിളിച്ച് ശല്യം ചെയ്യാൻ നിനക്ക് എന്താ അവകാശം? വല്ലാതെ വിളച്ചിലെടുത്താൽ ഇവിടെ എന്നല്ല വേറെ ഒരു സ്ഥാപനത്തിലും നിനക്ക് ജോലി ചെയ്യാൻ പറ്റാത്തയാകും ഞാൻ. കാണണോ നിനക്ക്? അഗ്നി പറയുന്നത് കേട്ട് ഒരു കുലുക്കവുമില്ലാതെ നിൽക്കുന്നവളെ കാണുകയെ അവൻ ടേബിളിൽ തൻ്റെ കൈകൊണ്ട് ആഞ്ഞടിച്ചു. എന്നാൽ അത് കണ്ടതും നേത്രയൊന്നും പറയാതെ ആ റൂം വിട്ട് ഇറങ്ങിപ്പോയി. കുറച്ചു കഴിഞ്ഞും അനക്കമൊന്നും കേൾക്കാതെ തിരിഞ്ഞു നോക്കിയ അഗ്നി പിന്നിൽ നേത്രയില്ലെന്ന് കണ്ടതും അവൾ തന്നെ അപമാനിക്കുന്നതായി തോന്നിയതും ഉയർന്ന ദേഷ്യത്തോടെ പുറത്തേക്ക് കടക്കാൻ വാതിൽ തുറന്നതും നേത്ര അങ്ങോട്ട് കയറി വന്ന് വേഗത്തിൽ തൻ്റെ കയ്യിലിരിക്കുന്ന ഫയൽ അഗ്നിക്ക് നേരെ നീട്ടി. അത് കണ്ടതും സംശയത്തോടെ അവൻ അവളെ നോക്കി. സാർ എന്നെ ഏൽപ്പിച്ച ഫയലാണ്, എൻ്റെ ഡ്യൂട്ടി ലിസ്റ്റ്. അതിലുള്ള കാര്യമാണ് സാർ മറന്നു പോകുന്ന മീറ്റിങ്ങിനെ പറ്റി ഓർമ്മിപ്പിക്കുക എന്നത്. ഞാൻ ഇന്ന് ചെയ്തത് എൻ്റെ ജോലി തന്നെയാണ്. അതല്ല അതെൻ്റെ ജോലിയിൽ പെട്ടതല്ലെങ്കിൽ ഈ ലിസ്റ്റിൽ നിന്നും അത് എടുത്തു മാറ്റിയാൽ ഇങ്ങനെ ഒരു കാര്യത്തിനായി ഞാൻ സാറിനെ വിളിക്കില്ല. അതല്ല ഇതെൻ്റെ ജോലിയാണെങ്കിൽ സാർ എവിടെ എങ്ങനെയാണെങ്കിലും ഞാൻ വിളിച്ചിരിക്കും. അത്രയും പറഞ്ഞ് നേത്ര അവൻ്റെ മറുപടിക്കായി അവനെ തന്നെ ഉറ്റുനോക്കി. എന്നാൽ അതേസമയം അവളോട് എന്തു പറയും എന്നറിയാത്ത അവസ്ഥയിലായിരുന്നു അഗ്നി. ആദ്യമായി ഒരാൾക്ക് മുന്നിൽ ഉത്തരം മുട്ടി നിൽക്കേണ്ട തൻ്റെ അവസ്ഥയോർത്ത് അഗ്നിക്ക് ആശ്ചര്യം തോന്നി. യു മേ ഗോ നൗ. അത്രയും നേരം അലറിപ്പൊളിച്ചവൻ സൗമ്യമായി പറയുന്നത് കേട്ടതും നേത്രയ്ക്ക് ചിരി വന്നെങ്കിലും അവൻ കാണാതെ അവൾ അത് കടിച്ചമർത്തി. സോറി സർ, സർ പറഞ്ഞില്ല ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന്. ഈ ലിസ്റ്റിലുള്ളതുപോലെ മുന്നോട്ട് പോകണോ? അവൾ വീണ്ടും ചോദിച്ചതും അവൻ അവളെ കലിപ്പിച്ചു നോക്കി. എങ്കിലും അവളുടെ മുഖത്ത് ഒരു ഭയവും കാണാഞ്ഞതും അവൻ കണ്ണടച്ച് ദീർഘനിശ്വാസം എടുത്തു. ഈ ഫയലിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എല്ലാം തൻ്റെ ജോലിയാണ്. അത് ഒരു മിസ്റ്റേക്ക് ഇല്ലാതെ ചെയ്യുക എന്നത് തൻ്റെ ഡ്യൂട്ടിയും. പറഞ്ഞു നിർത്തിയതും അവളുടെ മുഖത്ത് ഒരു വിജയച്ചിരി പ്രതീക്ഷിച്ച് നോക്കിയ അഗ്നി നിർവികാരത നിറഞ്ഞ അവളുടെ മുഖം കണ്ടതും പകച്ചിരുന്നു. താൻ ഇത്രയും ദേഷ്യപ്പെട്ട് അവസാനം അവൾക്ക് മുന്നിൽ തോൽവി സമ്മതിക്കേണ്ടി വന്നപ്പോൾ അവൾ തന്നെ പുച്ഛിക്കും എന്ന് കരുതിയ അഗ്നിക്ക് അവളുടെ ഒന്നും നടക്കാത്ത പോലുള്ള ഭാവം. എന്തോ അവളോട് അത്രയും നേരം തോന്നിയ നീരസം അലിഞ്ഞില്ലാകുന്നത് പോലെ അഗ്നിക്ക് തോന്നി. എമർജൻസി കഴിഞ്ഞ് സീറ്റിൽ വന്നിരുന്നതും നേഴ്സ് വന്ന് MD വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞതും ഗൗരി എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. ക്യാബിന് പുറത്ത് കാശിനാഥ് എന്ന പേര് ശ്രദ്ധിച്ച് അവൾ വാതിലിൽ മുട്ടി. അനുവാദം കിട്ടിയതും അകത്തേക്ക് കടന്നു. തനിക്ക് മുന്നിൽ വന്നു നിൽക്കുന്നവളെ കണ്ടതും കാശി ചെറുതായി ഒന്ന് ഞെട്ടി. പുതിയ ഡോക്ടർ ജോയിൻ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതവളായിരിക്കും എന്നവൻ കരുതിയിരുന്നില്ല. എന്നാൽ അവളുടെ മുഖത്ത് തന്നെ കണ്ടതിലുള്ള ഞെട്ടലൊന്നും കാണാഞ്ഞതും അവനിൽ സംശയം നിറഞ്ഞു. സോ മിസ് ഗൗരി, തനിക്ക് മുന്നേ അറിയാമായിരുന്നോ ഞാനാണ് ഈ ഹോസ്പിറ്റലിലെ MD എന്ന്? അതേ സംശയത്തോടെ കാശി ചോദിച്ചതും ഗൗരി അവന് മുന്നിൽ കൈകെട്ടി നിന്നു. യെസ്, ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ പോകുമ്പോൾ അവിടുത്തെ ബേസിക് ഡീറ്റെയിൽസ് എങ്കിലും അറിഞ്ഞിരിക്കണ്ടേ? ഓ, അപ്പോൾ അതറിഞ്ഞിട്ടും MD ആണെന്ന ഒരു ബഹുമാനവും തരാതെ നേരത്തെ സംസാരിച്ചത് അത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ശരിയാണെന്ന് എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. നേരത്തെ നമ്മൾ പരസ്പരം കാണാതെ ഇടിച്ചു വീണത് വരെ 2 പേരുടെ ഭാഗത്തും തെറ്റുണ്ടായിരുന്നു. ബട്ട് അതിനുശേഷം മനഃപൂർവ്വം വീണതല്ല എന്നറിഞ്ഞു വെച്ചിട്ടും സാർ എന്നെ ശക്തിയിൽ തള്ളിയിട്ടു. എൻ്റെ ദേഹം നൊന്നപ്പോൾ എനിക്ക് ദേഷ്യം വന്നു.